ജൂൺ 12, 2025. സമയം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 39 മിനിറ്റ്. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സെക്കൻഡുകൾക്ക് മുൻപ് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യ AI-171 നിന്നും ക്യാപ്റ്റൻ സുമിത് സബർവാൾ മെയ്ഡേ ഡിസ്ട്രസ് കോൾ വിളിക്കും. 227 ടൺ ഭാരം വരുന്ന ആ ഭീമാകാരനായ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനം വെറും 650 അടി മാത്രം പറന്നുയർന്ന ശേഷം റൺവേയിൽ നിന്ന് 2 കിലോമീറ്റർ മാറി BJ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് മുകളിലേക്ക് ഇടിച്ചിറങ്ങി ഇത് അഗ്നിഗോളമാവും. ഒരുപാട് സ്വപ്നങ്ങളുമായി പറന്നുയർന്ന 242 ജീവനുകളിൽ 241 പേരും ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും സമീപവാസികളും അടക്കം 30ഓളം പേരും ആ അഗ്നിഗോളത്തിൽ കത്തിയമരുന്നു. അതിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടും. സീറ്റ് നമ്പർ 11A. എമർജൻസി എക്സിറ്റിന് അടുത്തിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ പൗരനായ രമേശ്. രക്ഷപ്പെട്ടതിന് ശേഷം അയാൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതാണ്: എന്റെ കണ്ണുകൾക്ക് മുന്നിൽ ആളുകൾ മരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനും മരിക്കാൻ പോവുകയാണെന്നാണ് കരുതിയത്. പക്ഷേ ഞാൻ കണ്ണു തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചിട്ടില്ല എന്ന്. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2011 ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ലോകത്തിലെ തന്നെ സേഫസ്റ്റ് പ്ലെയിൻ എന്നറിയപ്പെട്ടിരുന്ന ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ക്രാഷ്. എന്താണ് അന്ന് ആ ഫ്ലൈറ്റിൽ സംഭവിച്ചത്? അതൊരു എഞ്ചിൻ ഫെയിലിയർ ആണോ? അതോ പൈലറ്റിന്റെ അനാസ്ഥയാണോ? സിസ്റ്റം മാൽഫങ്ഷൻ ആണോ? മെയിൻ്റനൻസ് ഇഷ്യൂ ആണോ? എയർ ഇന്ത്യയുടെ അനാസ്ഥയാണോ? അതോ ബോയിങ് എന്ന കമ്പനിയുടെ വിമാനങ്ങൾ സേഫ് അല്ലാത്തതാണോ കാരണം? ഇതിനുള്ള ഉത്തരങ്ങൾ ഇന്ന് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്കൊരു 100 വർഷം പിന്നിലേക്കൊരു യാത്ര പോയാലോ? വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രാൻഡ്. വർഷം 1916. കഥ തുടങ്ങുന്നത് തന്നെ ഒരു ക്രാഷിൽ ആണ്. ഗ്ലെൻ മാർട്ടിൻ എന്ന ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറിൽ നിന്ന് ഫ്ലൈയിങ് ലെസൺസ് എടുത്തുകൊണ്ടിരുന്ന വില്യം ബോയിങ് തന്റെ സീപ്ലെയിൻ ലേക്ക് വാഷിംഗ്ടണിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യുന്നു. ആ അപകടത്തിൽ വിമാനം ഭാഗികമായി തകർന്ന വിമാനം റിപ്പയർ ചെയ്യാൻ പാർട്സ് ഒന്നും തന്നെ കിട്ടാനില്ല. പാർട്സിനായി കുറെ അന്വേഷിച്ചിട്ടും കിട്ടാതായപ്പോൾ വില്യം എന്തുകൊണ്ട് എനിക്കൊരു വിമാന കമ്പനി നിർമ്മിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നു. ഇതിലും ബെറ്റർ ആൻഡ് സേഫായി തനിക്ക് തന്റെ വിമാനം നിർമ്മിക്കാൻ പറ്റുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ആ തീരുമാനം ഏവിയേഷൻ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു. ആ കാലത്തെ നേവൽ എഞ്ചിനീയർ ആയിരുന്ന ജോർജ് വെസ്വേൾട്ടായി കൈകോർത്ത് വില്യം തന്റെ ആദ്യ വിമാനം നിർമ്മിക്കുന്നു. അതിനെ അവർ B&W മോഡൽ 1 എന്ന് വിളിച്ചു. അങ്ങനെ വാഷിംഗ്ടൺ സീറ്റിലെ ആ ബോട്ട് ഹൗസിൽ നിന്നും ഏവിയേഷൻ ഹിസ്റ്ററിയിലെ ആ ഐക്കോണിക് ബ്രാൻഡ് നെയിം ഉണ്ടായി: ബോയിങ് എയർപ്ലെയിൻ കമ്പനി. വേൾഡ് വാർ 1 US നേവിക്ക് 50 ട്രെയിനർ പ്ലെയിൻ നൽകാൻ കോൺട്രാക്ട് ഒപ്പിട്ടതോടെ ബോയിങ്ങിന് അവരുടെ ആദ്യത്തെ ബിസിനസ് കിട്ടുകയായിരുന്നു. പക്ഷേ യുദ്ധം അവസാനിച്ചതോടെ ആ കോൺട്രാക്ട് US വേണ്ടെന്ന് വെച്ചു. വേറെ ഓർഡറുകൾ കിട്ടാത്തതിനാൽ ബോയിങ് ഞെരുക്കത്തിലായി. വിമാനത്തിൽ നിന്നും ഫർണിച്ചർ, ഓഫീസ് ഡെസ്ക്, ബോട്ടുകളൊക്കെ നിർമ്മിച്ചു കൊടുത്ത് സർവൈവ് ചെയ്തു. പക്ഷെ പറക്കാനുള്ള മോഹം വില്യം ഉപേക്ഷിച്ചില്ല. 1927 ആയപ്പോഴേക്കും ബോയിങ് എയർമെയിൽ സർവീസുകൾ ആരംഭിച്ചു. അങ്ങനെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിന്റെ തുടക്കം കുറിച്ചു. ബോയിങ് 40Aക്ക് മെയിലുകളോടൊപ്പം 2 പാസഞ്ചേഴ്സിനെയും ക്യാരി ചെയ്യാൻ പറ്റുമായിരുന്നു. ഏവിയേഷൻ ഇൻഡസ്ട്രി ഭരിക്കാൻ ഇത് മാത്രം മതിയാകില്ല എന്ന് വില്യം മനസ്സിലാക്കി. അയാൾ മറ്റു കമ്പനികളെ മേടിക്കാൻ തുടങ്ങി. എഞ്ചിൻ മേക്കേഴ്സ്, എയർലൈൻസ് മെയിൻ്റനൻസ് ഫേം, അങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടതെല്ലാം അവൻ സജ്ജമാക്കി. ആ സാമ്രാജ്യത്തെ അവൻ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പേര് വിളിച്ചു. ബോയിങ് ഏവിയേഷനിൽ ഒരു കുത്തക സൃഷ്ടിക്കുവാണെന്ന് മനസ്സിലാക്കിയ US ഗവൺമെന്റ് ആ നീക്കങ്ങൾക്ക് തടയിട്ടു. ഇത് വില്യം ബോയിങ്ങിനെ മാനസികമായി തകർത്തു. അയാൾ എന്നേക്കുമായി ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പടിയിറങ്ങി. പക്ഷേ അയാൾ നിർമ്മിച്ച കമ്പനി നിലനിന്നു, തല ഉയർത്തി തന്നെ. 2ാം ലോക മഹായുദ്ധകാലത്ത് ബോയിങ് ആകാശം കീഴടക്കിയിരുന്നു. അമേരിക്കയ്ക്കായി ഫ്ലൈയിങ് ബോംബറായ B-17 ഫ്ലൈയിങ് ഫോർട്രസ്, ഹിരോഷിമയിൽ ആറ്റം ബോംബ് ഡ്രോപ്പ് ചെയ്ത B-29 സൂപ്പർ ഫോർട്രസ് എന്നിങ്ങനെ യുദ്ധത്തിൽ അമേരിക്കയുടെ വിജയത്തിന് അവരെ സഹായിച്ചത് നല്ലൊരു പങ്ക് ബോയിങ്ങിൻ്റെതായിരുന്നു. ബോയിങ് ഫാക്ടറികൾ 24 മണിക്കൂറുകളും നിർത്താതെ പ്രവർത്തിച്ചു. സ്ത്രീകൾ വരെ അവിടെ വെൽഡറൊക്കെയായി ജോലി ചെയ്തു. അങ്ങനെ അമേരിക്കൻ സ്ട്രെങ്തിന്റെ ഒരു സിംബലായി ബോയിങ് നിലകൊണ്ടു. 1958 ലോകത്തിലെ തന്നെ ആദ്യത്തെ സക്സസ്ഫുൾ കൊമേഴ്ഷ്യൽ ജെറ്റായ ബോയിങ് 707 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബോയിങ് 707 വേഗതയേറിയതും സ്മൂത്ത് ആയ ഒരു വിമാനം ആയിരുന്നു. 1969 ദ ക്വീൻ ഓഫ് ദ സ്കൈസ് എന്ന് വിളിപ്പേരുള്ള ബോയിങ് 747 അവർ ലോഞ്ച് ചെയ്തു. 2 ഡെക്കുകൾ, 4 എഞ്ചിനുകൾ, 100 കണക്കിന് ആൾക്കാരെ ക്യാരി ചെയ്യാൻ മാത്രം സീറ്റിംഗ് കപ്പാസിറ്റി കൂടി ആയപ്പോൾ ലോകത്തിനായി ബോയിങ് തുറന്നു വെച്ചത് ഗ്ലോബൽ ആക്സസ് ആയിരുന്നു. എല്ലാവർക്കും സേഫായി പറക്കാനുള്ള ഒരു അവസരമായിരുന്നു. അവർ വിമാന നിർമ്മാണത്തിൽ മാത്രം നിന്നില്ല. റോക്കറ്റുകൾ, സാറ്റലൈറ്റുകൾ, സ്പേസ് സ്റ്റേഷൻ മോഡ്യൂളുകൾ എന്നിങ്ങനെ ആകാശത്തിൽ വേണ്ടതെല്ലാം അവർ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അത് സംഭവിച്ചു. വർഷം 1997. മിലിറ്ററി എയർക്രാഫ്റ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് നിർമ്മാണത്തിൽ വിദഗ്ധരായ മക്ഡൊണാൾഡ് ഡഗ്ലസ് എന്ന ഭീമനുമായി ലയിച്ച് ബോയിങ് ഒരു സിംഗിൾ എയറോസ്പേസ് ജയന്റായി മാറി. ആ മാറ്റം ബോയിങ്ങിനെ മൊത്തത്തിൽ മാറ്റി. പക്ഷേ ആ മാറ്റം പുറമേ ആയിരുന്നില്ല, അകമേ ആയിരുന്നു. സേഫ്റ്റിക്കും എഞ്ചിനീയറിംഗ് മികവിനും പേര് കേട്ട ബോയിങ്ങിനുള്ളിൽ നിന്ന്
അവരുടെ ഐഡന്റിറ്റിയായ ആ എലമെന്റുകൾ നഷ്ടപ്പെട്ടു. എഞ്ചിനീയേഴ്സിനെ ഫിനാൻസ് ടീം റീപ്ലേസ് ചെയ്തു. വിമാനത്തിന്റെ ക്വാളിറ്റി കൂട്ടാൻ അവർ നൽകിയ നിർദ്ദേശങ്ങൾ കോസ്റ്റ് കട്ടിങ്ങിനായി ഫിനാൻസ് ടീം ചെവിക്കൊള്ളാതെയായി. ലാഭത്തിനായുള്ള ദാഹം ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇല്ലാതെയാക്കി. അമിത ലാഭത്തിനായി സേഫ്റ്റി വഴിമാറി നൽകി. അങ്ങനെ മെല്ലെ ബോയിങ്ങിൽ വിള്ളലുകൾ കാണപ്പെട്ടു തുടങ്ങി. ഏവിയേഷൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കമ്പനീസ് യൂസ് ചെയ്തിട്ടുള്ള മോഡലുകൾ ഒന്നായിരുന്നു 1960കളിൽ നിർമ്മിക്കപ്പെട്ട ബോയിങ് 737. സേഫ്റ്റി പ്രയോറിറ്റൈസ് ചെയ്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും നന്നായി ടെസ്റ്റ് ചെയ്തിട്ടുള്ളതുമായ മോഡലായിരുന്നു അത്. തുടക്കകാലങ്ങളിൽ അതിന്റെ നിർമ്മാണത്തിലെ അവസാന വാക്ക് എഞ്ചിനീയേഴ്സ് ആയിരുന്നുവെങ്കിൽ 1997 ശേഷം അങ്ങനെ ആയിരുന്നില്ല. ബോയിങ് ആയിരുന്നു മക്ഡൊണാൾഡ് ഡഗ്ലസ് എന്ന കമ്പനി മേടിച്ചതെങ്കിൽ പോലും മക്ഡൊണാൾഡ് ഡഗ്ലസ് ബോയിങ്ങിന്റെ ക്യാഷ് ഉപയോഗിച്ച് ബോയിങ്ങിനെ തന്നെ മേടിച്ചു എന്നാണ് ഇൻഡസ്ട്രിയിൽ പറയപ്പെടുന്നത്. ബോയിങ്ങിന്റെ ചരിത്രം മാറ്റിക്കുറിക്കപ്പെടുന്നത് 737 മാക്സ് എന്ന മോഡൽ വഴിയാണ്. എയർബസ് A20 നിയോയുടെ ഫ്യൂവൽ എഫിഷ്യൻസിയായി മാച്ച് ചെയ്യാൻ ബോയിങ്ങിന് ഒരു പുതിയ പോരാളി വേണമായിരുന്നു. എന്നാൽ ഇതിനായി ഒരു പുതിയ വിമാനം നിർമ്മിക്കാനോ ടെസ്റ്റ് ചെയ്യാനോ ബോയിങ് തയ്യാറായിരുന്നില്ല. കോസ്റ്റ് കട്ട് ചെയ്യണമല്ലോ. അവർ 737 റീഡിസൈൻ ചെയ്തു. വിമാനത്തിന്റെ എയറോഡൈനാമിക്സ് തന്നെ മാറ്റിക്കൊണ്ട് പുതിയ വലിയ എഞ്ചിനുകൾ അവയുടെ യഥാർത്ഥ സ്ഥാനത്തിൽ നിന്ന് മാറ്റി കുറച്ച് മുൻപിലേക്ക് നീക്കി സ്ഥാപിച്ചു. ഈ മാറ്റങ്ങൾ വിമാനം പറക്കുന്ന രീതിയെ തന്നെ മാറ്റാൻ സാധ്യതയുള്ളതായിരുന്നു. എന്നാൽ ഇതിനായി പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യുന്നതിന് പകരം വീഴ്ചകൾ ഒളിപ്പിക്കാനായും കോസ്റ്റ് കട്ട് ചെയ്യാനുമായും ഒരു സോഫ്റ്റ്വെയറും കൊണ്ടുവന്നു. മനൂവറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഗ്മെന്റേഷൻ സിസ്റ്റം അഥവാ MCAS. വിമാനത്തിന്റെ എഞ്ചിൻ സ്ഥാനം പഴയതിലും മുൻപോട്ടായതിനാലും ശക്തമായ എഞ്ചിനുകളായതിനാലും ബോയിങ് 747 മാക്സ് വിമാനങ്ങളുടെ നോസ് എന്നറിയപ്പെടുന്ന മുൻഭാഗം ടേക്ക് ഓഫ് സമയത്ത് കൂടുതൽ മുകളിലേക്ക് ഉയരുമായിരുന്നു. ഇതിനെ ബാലൻസ് ചെയ്യുവാനും ഫ്ലൈറ്റ് സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിമാനത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാനും ഈ സോഫ്റ്റ്വെയർ സഹായിക്കുമെന്നായിരുന്നു ബോയിങ്ങിന്റെ വാദം. പക്ഷേ ഈ ടെക്നോളജി കാരണം തന്നെ 2018 ലയൺ എയർ ഫ്ലൈറ്റ് 610 എത്യോപ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 302 ക്രാഷ് ആവുകയും 346 ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മനസ്സിലായത് ഈ സോഫ്റ്റ്വെയർ വിമാനത്തിന്റെ നോസ് താഴേക്ക് പുഷ് ചെയ്യുകയും അതുവഴി വിമാനത്തിന്റെ കൺട്രോൾ നഷ്ടമാവുകയും അതുവഴിയാണ് വിമാനം ക്രാഷ് ആവുകയും ചെയ്തതെന്ന്. എന്നാൽ ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ട മാനുവൽസോ പൈലറ്റ്സിന് വേണ്ട ട്രെയിനിങ്ങുകളോ ഒന്നും ബോയിങ് നൽകിയിരുന്നുമില്ല. ആ സംഭവത്തിന് ശേഷം ബോയിങ്ങിന് അവരുടെ സൽപ്പേര് നശിച്ചു. കോടികൾ നഷ്ടമായി. അവരുടെ CEO റിസൈൻ ചെയ്തു. ബോയിങ്ങിലുള്ള വിശ്വാസം എല്ലാവർക്കും പോയി. ബോയിങ് വിമാനങ്ങളെ പറ്റിയുള്ള ഒരു ഇന്റേണൽ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ദിസ് പ്ലെയിൻ ഈസ് ഡിസൈൻഡ് ബൈ ക്ലൗൺസ് സൂപ്പർവൈസ്ഡ് ബൈ മങ്കീസ്. ബോയിങ്ങിലെ തൊഴിലാളികളോട് തന്നെ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ ഈ വിമാനത്തിൽ യാത്ര ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നുണ്ട്. 2021 ക്രിമിനൽ പെനാൽറ്റീസ് ആയി തന്നെ ബോയിങ് കൊടുത്തത് $2.5 ബില്യൺ ആണ്. 2024 യാത്രാമധ്യേ അലാസ്ക എയർലൈൻസ് 737 മാക്സിന്റെ ഡോർ പ്ലഗ് തന്നെ നഷ്ടപ്പെട്ടു. വൻ ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. ഗൂഗിളിൽ ലിസ്റ്റ് എടുത്താൽ തന്നെ ഇങ്ങനെ ബോയിങ് വിമാനങ്ങളുടെ അപകടങ്ങളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും ബോയിങ് അവരുടെ തെറ്റുകൾ തിരുത്താൻ തയ്യാറായില്ല. US സെനറ്റർ ജോഷ് ഹോലെ ബോയിങ് CEO ആയ ഡെനീസ് മ്യൂലിൻബർഗിനെ കോസ്റ്റ് കട്ടിങ്ങിന്റെ പേരിൽ ആൾക്കാരുടെ ജീവൻ ബലിയാക്കുന്നതിനെ ശാസിക്കാൻ ഇടയുണ്ടായി. ബോയിങ്ങിന്റെ ഒരു മെക്കാനിക് എഴുതിയത് ഇങ്ങനെയാണ്: വി ആർ നോട്ട് ബിൽഡിംഗ് പ്ലെയിൻസ് എനിമോർ, വി ആർ ബിൽഡിംഗ് ടൈം ബോംബ്സ്. ഞങ്ങൾ ഉണ്ടാക്കുന്നത് വിമാനങ്ങളല്ല, ടൈം ബോംബുകളാണ്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ജൂൺ 12, 2025 ഉച്ചയ്ക്ക് 1:39 PM അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സെക്കൻഡുകൾക്ക് മുമ്പ് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യ AI-17L1 നിന്നും ക്യാപ്റ്റൻ സുമിത് സബർവാൾ മെയ്ഡേ ഡിസ്ട്രസ് കോൾ വിളിക്കും. 227 ടൺ ഭാരം വരുന്ന ഭീമാകാരനായ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനം വെറും 650 അടി മാത്രം പറന്നുയർന്ന ശേഷം റൺവേയിൽ നിന്ന് 2 കിലോമീറ്റർ മാറി BJ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് മുകളിലേക്ക് ഇടിച്ചിറങ്ങി ഒരു അഗ്നിഗോളമാകുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായി പറന്നുയർന്ന 242 ജീവനുകളിൽ 241 പേരും ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും സമീപവാസികളും അടക്കം 30ഓളം പേരും ആ അഗ്നിഗോളത്തിൽ കത്തിയമരുന്നു. അതിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. എന്താണെന്ന് ആ ഫ്ലൈറ്റിൽ സംഭവിച്ചത്? ആരാണ് ഈ അപകടത്തിന് പിന്നിൽ? ഗ്രൗണ്ട് സ്റ്റാഫിന്റെ പിഴവുകളാണോ? വിമാനത്തിന്റെ കാലപ്പഴക്കമാണോ? വിമാനം പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാത്ത എയർ ഇന്ത്യയാണ് ഇതിന് കാരണം? ബോയിങ് വിമാനം നിർമ്മിച്ചപ്പോൾ ഉണ്ടായ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണോ? അതോ അതൊരു എഞ്ചിൻ ഫെയിലിയർ ആയിരുന്നു? 11 വർഷം പഴക്കമുള്ള വിമാനമായതുകൊണ്ട് തന്നെ കാലപ്പഴക്കമാകാൻ സാധ്യതയില്ല എന്ന് എക്സ്പേർട്സ് പറയുന്നു. കാരണം ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ ലൈഫ് സ്പാൻ 20 വർഷം മുതൽ 30 വർഷം വരെയാണ്. ക്യാപ്റ്റന്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മയാണെന്ന് പറയാനും പറ്റില്ല. കാരണം ക്യാപ്റ്റൻ സുമിത് സബർവാളിന് 8200 മണിക്കൂർ വിമാനം പറപ്പിച്ചിട്ടുള്ള ഫ്ലൈറ്റ് അവർ എക്സ്പീരിയൻസ് ഉണ്ട്. ജൂൺ 12 ഒരു സണ്ണി ഡേ ആയിരുന്നു. ഉച്ചയ്ക്ക് 1:30 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, ലെസ് ദാൻ 10 നോട്ട് സ്പീഡിൽ കാറ്റും, വിസിബിലിറ്റി ആയിരുന്നാൽ 6 കിലോമീറ്റർ. ഇതൊന്നും ഒരിക്കലും ഒരു മോശം കാലാവസ്ഥയെ കാണിക്കുന്നുമില്ല. എല്ലാവരും ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. ബോയിങ്ങിന് ഇനി പഴയ പോലെ സേഫ് ആയിട്ടുള്ള വിമാനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ? ആയിരക്കണക്കിന് വരുന്ന എഞ്ചിനീയേഴ്സ്, മെക്കാനിക്സ്, ടെക്നീഷ്യൻസ് അവരുടെ ചോര വിയർപ്പാക്കി പണിതുയർത്തിയ ബോയിങ് എന്ന കമ്പനിക്ക് ഇനി ആ പഴയ പ്രതാപകാലം തിരിച്ചു ലഭിക്കണമെങ്കിൽ
ഒരുപക്ഷെ മാനേജ്മെന്റ് ലെവലിൽ തന്നെ ഒരു അഴിച്ചുപണി നടത്തേണ്ടതായി വന്നിരിക്കും. അതിന് ബോയിങ് തയ്യാറാകും. ലക്ഷക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന നിപ്പോൺ എയർവൈസ്, യുണൈറ്റഡ് എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ്, ഖത്താർ എയർവേസ്, ജപ്പാൻ എയർലൈൻസ്, എത്തിഹാദ് എയർവേസ്, ബ്രിട്ടീഷ് എയർവൈസ്, എയർ കാനഡ, ഹിനാൻ എയർലൈൻസ്, എയർ ഇന്ത്യ എന്നീ വിമാനങ്ങളുടെ ബോയിങ് 787 വിമാനങ്ങൾ സുരക്ഷിതമാണ്. ബോയിങ്ങിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ അവർക്ക് 100 വർഷങ്ങൾ പിന്നിലേക്ക് പോകണമായിരിക്കും. കൃത്യമായി പറഞ്ഞാൽ വർഷം 1916 സീറ്റിലെ ലേക്ക് വാഷിംഗ്ടണിലെ ആ ബോട്ട് ഹൗസിലേക്ക് നമുക്ക് ഇതിലും ബെറ്റർ ആൻഡ് സേഫ് ആയി ഒരു വിമാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന ചോദ്യവുമായി കഥ തുടരട്ടെ. നല്ല അധ്യായങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരും സുരക്ഷിതരായി പറക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും മറ്റൊരു കഥയുമായി കാണും വരെ ബൈ ബൈ ഫ്രം ക്യാപ്റ്റൻ ബ്രാൻഡ്.